എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആയിട്ടാണ്, വെജിറ്റബിൾ സ്റ്റൂ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വെജിറ്റബിൾ സ്റ്റൂ വീണ ചേച്ചി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നല്ലേ? ശരിയാണ്. പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കല്യാണ പാർട്ടികളൊക്കെ കിട്ടുന്ന സ്റ്റൂ ഇല്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ അപ്പത്തിന്റെ കൂടെ പാലപ്പത്തിന്റെ കൂടെ ഒക്കെ സൂപ്പറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ ഇനിയും ക്രിസ്മസ് വിഭവങ്ങൾ ബാക്കിയുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കാം. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പൊ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈസിയും അതേപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്റ്റൂ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ സ്റ്റൂ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു വേർഷനാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മള് കല്യാണങ്ങൾക്ക് മാരേജ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ടൈപ്പ് സ്റ്റൂ ആണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ തന്നെ വഴറ്റിയെടുത്താലും മതിയാകും. അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ഈ പാത്രത്തിൽ ആദ്യം തന്നെ നമുക്ക് വഴറ്റാം. അപ്പം അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നെയ്യിലുണ്ടാക്കാം, ബട്ടറിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പക്ഷേ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു പട്ട, ഒരു 3 ഗ്രാമ്പു, 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നല്ലൊരു വാസന വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ആദ്യം ചെയ്ത സ്റ്റൂല് ഞാനിതൊന്നും വഴറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം കൂടി ജസ്റ്റ് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു സ്വാദാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 4 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർക്കാൻ പാടില്ല. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, അതുപോലെ പൊട്ടറ്റോ, ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീൻസ് 6 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ മാത്രം ഞാൻ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. അതായത് കോളിഫ്ലവർ ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ 3 പച്ചക്കറികൾ മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. 5 മിനിറ്റോളം ഇതിലിട്ട് വാട്ടിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് കുക്ക് ചെയ്യാം. ഞാൻ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോർമലി ഞാൻ ഇത് ചെയ്യുമ്പോൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ 2-ാം പാലിലാണ് കുക്ക് ചെയ്യാറുള്ളത്. പക്ഷേ 2-ാം പാലിൽ കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് പ്രശ്നം എന്നറിയാമോ? കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പിരിഞ്ഞ പോലെ തോന്നും. പക്ഷെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ 2-ാം പാൽ 1-ാം പാൽ ഒഴിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ പോലും കാഴ്ചയ്ക്ക് ഒരു ഭംഗി കുറവ് പോലെ തോന്നുന്ന കാരണം ഞാൻ നല്ല കട്ടിപ്പാൽ ലാസ്റ്റ് ഒഴിക്കുന്നുള്ളൂ. ഇത് കുക്ക് ചെയ്യുന്നത് വെള്ളത്തിലാണ് കേട്ടോ. ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി മാത്രം പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം. അപ്പോൾ അതെല്ലാം കൂടി വെറുതെ ഒന്ന് പൊടിച്ചാൽ മതി. അത് വറക്കൊന്നും വേണ്ട, ഫ്രൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ആ പൊടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയാണോ കയ്യിലുള്ളത് എങ്കിൽ അത് കുഴപ്പമില്ല, അതും ഇടാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഹോളായിട്ടുള്ള ഇതുപോലത്തെ പട്ട, ഗ്രാമ്പൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഗരം മസാലയുടെ അളവ് കുറച്ച് കൂട്ടി ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ചെയ്യുമ്പോൾ. നമ്മളതിലുള്ള കാരണം ഇതൊക്കെ ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ കുക്കറിലോട്ട് മാറ്റട്ടെ ഈ കഷ്ണങ്ങളെല്ലാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നന്നായി കുക്ക് ആയിക്കോളും. എന്നിട്ട് നോക്കിയിട്ട് അഥവാ വേവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യമേ തന്നെ ഒരുപാട് കുക്ക് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിലേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നോക്കിക്കേ, ഉണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. അതേസമയം ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ ഞാനിവിടെ 2 ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം അത് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. അത് ഒഴിച്ചിട്ട് തിളക്കുകയാണെങ്കിൽ പിന്നെ ഇതങ്ങ് പിരിഞ്ഞു പോകും. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ 1.25 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ രുചിച്ച് നോക്കട്ടെ. ഉപ്പ് കുറവായിരിക്കും എന്തായാലും. അതിൻ്റെ കളർ ഇച്ചിരി ബ്രൗണിഷ് കളർ വേണം. അപ്പോൾ കുറച്ചും കൂടെ ഗരം മസാലയും ഒരു തരി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവാണ്. നല്ല തേങ്ങാപ്പാലാണ്, അതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് ഞാൻ എക്സ്ട്രാ മധുരം ചേർക്കാറുണ്ട്, പക്ഷെ ഇതിൽ വേണ്ട. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ മറക്കരുത്. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 നുള്ള് പെപ്പർ പൗഡർ. അത് നോക്കിയിട്ട് എരിവൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് സ്റ്റൂവിൻ്റെ ഒക്കെ ഒരു കളറാണ്, ഒരു ചെറിയൊരു അതായത് നോർമലായിട്ടുള്ള ഒരു ക്രീമിഷ് കളറല്ല ഈ സ്റ്റൂവിന് ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും കാണാൻ വേണം, അതേസമയം കുക്കായിട്ടുണ്ടാവണം. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില തണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമുക്കത് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് കളയാം. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം. അടപ്പ് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ കൺസിസ്റ്റൻസി കണ്ട, ഇതിപ്പോൾ ചൂടോടുകൂടി ഇരിക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് തോന്നും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയ തിക്നെസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് തിക്ക് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ സെർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ചേർത്തിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം കറി സെർവ് ചെയ്തിട്ട് അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പട്ട അല്ലെങ്കിൽ ഗ്രാമ്പൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും സെർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് സ്പൂൺ വെച്ചിട്ട് അതെല്ലാം മാറ്റി കളഞ്ഞതിന് ശേഷമാണ് സെർവ് ചെയ്യാറ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തണുത്തപ്പോൾ നോക്കി ആ കൺസിസ്റ്റൻസി കണ്ട, ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള പാലപ്പമാണ്. ഞാൻ ഒരുപാട് ടൈപ്പ് പാലപ്പത്തിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഈ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ. പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. ഞാൻ നോർമലി എപ്പോഴും നുള്ളു പഞ്ചസാര ചേർക്കുന്നതാണ്, പക്ഷേ ഇതിൽ ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ തേങ്ങാപ്പാൽ സൂപ്പർ ആയിരുന്നു. പിന്നെ പൊട്ടറ്റോൻ്റെ ഒരു മധുരവും തേങ്ങാപ്പാലിൻ്റെ മധുരമൊക്കെ കൂടിയപ്പോൾ പിന്നെ പഞ്ചസാരയുടെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ തേങ്ങാപ്പാൽ അത്ര നല്ലതല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരവും എരിവും ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെജ് സ്റ്റൂ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്, ക്രിസ്മസ് സ്പെഷ്യലായിട്ട്. അപ്പോൾ ക്രിസ്മസ് ആവുന്നേക്കാൾ മുൻപായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്രിസ്മസിന് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. പഴയ വീഡിയോസ് കാണാത്തവർ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, അത് മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്